പെരുമഴ പോലും അവഗണിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിലുള്ള അൽഫോൻസ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വിവിധ ഫൊറോനകളിൽ നിന്നുള്ള കുഞ്ഞു മിഷണറിമാരടക്കം പതിനായിരക്കണക്കിന് വിശ്വാസികൾ കാൽനടയായി കുടമാളൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലും വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലുമെത്തി മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിച്ചു. രാവിലെ 5:45 ചങ്ങനാശ്ശേരി തുരുത്തി മേഖലകളുടെ നേതൃത്വത്തിലുള്ള പ്രധാന തീർത്ഥാടനം പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. 37 വർഷങ്ങളായി തുടരുന്ന ഈ തീർത്ഥാടന പദയാത്ര പ്രതികൂലങ്ങൾക്ക് മധ്യത്തിലും സുഹൃതമായി മാറുന്നതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ വർഗീസ് പുത്തൻപുരയ്ക്കൽ ഷാലോം ന്യൂസിനോട് പറഞ്ഞു. തീർത്ഥാടകർ പ്രാർത്ഥനാപൂർവ്വം അവിടെ എത്തിച്ചേരുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. രണ്ടിടങ്ങളിലായിട്ടാണ് വിശുദ്ധ കുർബാന. ചില മേഖലകളിൽ നിന്നുള്ളവർ ജന്മഗൃഹത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മറ്റുള്ളവർ കുടമാളൂർ ദേവാലയത്തിലാണ്, ഇടവക ദേവാലയത്തിലാണ്. കുടമാളൂർ ഇടവക ദേവാലയത്തിൻ്റെ പ്രത്യേകത അത് അൽഫോൻസാമ്മയുടെ മാമോദീസ കൊണ്ടും അൽഫോൻസാമ്മ ആദ്യ കുർബാന സ്വീകരിച്ചതുകൊണ്ടും ശ്രദ്ധേയമാകുന്നു എന്നതാണ്. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാ തീർത്ഥാടകർക്കും നേർച്ച ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് കുടമാളൂർ ഇടവകയിലാണ്, ഇടവകക്കാരാണ്. സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ കേവലം മുദ്രാവാക്യങ്ങളല്ലെന്നും ജീവിതത്തിന്റെ സത്ത് ചേരുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും ഈ തീർത്ഥാടന കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറുമ്പനാടൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനം രാവിലെ 10:30 കോട്ടയം CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ചു. കുടമാളൂർ മേഖലയിലെ തീർത്ഥാടകർ പുന്നത്ര സെയിന്റ് മൈക്കിൾസ് ചാപ്പൽ ജംഗ്ഷനിൽ ഒന്നുചേർന്ന് ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടനമായി എത്തി. അതിരമ്പുഴ മേഖലാ തീർത്ഥാടനം ആർപ്പൂക്കര അമ്പലക്കവലയിൽ ഒന്നുചേർന്ന് ജന്മഗൃഹത്തിലേക്ക് വരിയായി നീങ്ങി. കോട്ടയം, നെടുങ്കുന്നം, മണർക്കാട്, തൃക്കൊടിത്താനം, ചെങ്ങന്നൂർ മേഖലാ തീർത്ഥാടനങ്ങൾ കോട്ടയം CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് പുറപ്പെട്ടത്. ആലപ്പുഴ, എടത്തുവ, പുളിങ്കുന്ന്, ചമ്പക്കുളം മേഖലകളിലെ തീർത്ഥാടകർ മാന്നാനം ആശ്രമ ദേവാലയത്തിൽ രാവിലെ 9:45 എത്തിച്ചേർന്നു. തുടർന്ന് തീർത്ഥാടകർ കുടമാളൂരിലേക്ക് പദയാത്രയായി നീങ്ങി. മുഹമ്മ മേഖലയിലെ തീർത്ഥാടകർ രാവിലെ 11 ആർപ്പൂക്കര ചെറുപുഷ്പം പള്ളിയിൽ നിന്നും പദയാത്ര ആരംഭിച്ച് 11:30 അൽഫോൻസ ജന്മഗൃഹത്തിൽ എത്തിച്ചേരുകയായിരുന്നു. അമ്പൂരി, തിരുവനന്തപുരം, കൊല്ലം, ആയൂർ മേഖലകളിൽ നിന്നുള്ള തെക്കൻ മേഖലാ തീർത്ഥാടകർ മറ്റു മേഖലകളുടെ തീർത്ഥാടനങ്ങളോടൊപ്പം ചേർന്ന് ജന്മഗൃഹത്തിൽ എത്തിച്ചേർന്നു. 38ാമത് അൽഫോൻസ തീർത്ഥാടനം പാറേപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. മഴയാണെങ്കിലും മഴയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആളുകൾ വളരെ തീക്ഷ്ണതയോടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അൽഫോൻസാമയുടെ ദേവാലയത്തിലേക്ക് ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടനം നടത്തുകയാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസ സാക്ഷ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഇടത്ത് അൽഫോൻസാമയുടെ മാധ്യസ്ഥ അനുഗ്രഹങ്ങൾ തേടി ദൈവത്തോട് അനുഗ്രഹങ്ങൾ തേടി യാചിക്കുവാനായിട്ട് വിശ്വാസം പ്രഘോഷിക്കുന്ന ഒരവസരം കൂടിയാണ്. അതാണ് ഈ മഴയത്ത് പോലും ഇത്രയേറെ ആളുകൾ ഈ തീർത്ഥാടന ഭക്തിപൂർവ്വം പങ്കെടുക്കുക. കുടമാളൂർ പള്ളിയിൽ രാവിലെ 5:15, 10:30, 12, 3:15 അൽഫോൻസ ഭവനിൽ രാവിലെ 7:15, 9:45, 12, ഉച്ചകഴിഞ്ഞ് 3 മാന്നാനം ആശ്രമ ദേവാലയത്തിൽ രാവിലെ 10:15 വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. അൽഫോൻസ ഭവനിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവർ സന്ദേശങ്ങൾ നൽകി.